ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുന്ന് മിഡിൽ ലെവൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അഡീഷണൽ ഡയറക്ടർ, ഞാൻ അകത്ത് പറയല്ല, ഡൽഹിയിലെ മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവർ എന്തോ പറയുന്നതെന്ന് ചെയർമാൻ അവസാനം ഞാനൊരു മീറ്റിങ്ങിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന അഡീഷണൽ ഡയറക്ടറോട് പറയുന്നത്, വി കാൺ മേക്ക് ഔട്ട് വാട്ട് യു ആർ സെയിങ്, വിൽ ഗിവ് എ പീസ് ഓഫ് പേപ്പർ, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. റെപ്രസെൻറ്റേഷണൽ സ്കിൽസ് ഇല്ല, അഡ്വക്കസി സ്കിൽസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ വന്ന് അവർ പറയും സെക്രട്ടറിയെങ്കിലും അയക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വി കാൺ, ഹിന്ദി ഇല്ലല്ലോ എന്തായാലും. അപ്പോൾ അതില്ല. രണ്ടാമത്തെ പ്രശ്നം ഹൈക്കോർട്ട്. ഗവൺമെൻറ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് തിയേറ്റർ ഈ പബ്ലിക് പെറ്റീഷൻസിന് നമുക്ക് മലയാളത്തിൽ ആൻസർ കൊടുക്കാം, നിയമസഭയിൽ മലയാളത്തിൽ ആൻസർ കൊടുക്കാം. ഹൈക്കോർട്ട് വിൽ ടേക്ക് ഇറ്റ് ഓൺലി ഇൻ ഇംഗ്ലീഷ്. അത് എഫക്റ്റീവ് അഫിഡവിറ്റ് ഫയൽ ചെയ്യത്തില്ല. ഇനി സുപ്രീം കോടതി സഡൻലി നോട്ട് ഗോയിങ് ടു ഹിയർ ഇൻ മലയാളം. ഗവൺമെൻറ്റിന് എന്ത് നേടിയെടുക്കണമെങ്കിൽ ഈ ലാംഗ്വേജിനകത്ത് ലോജിക്കലും അനാലിസിസിലും പിടിച്ചെങ്കിലേ ഉള്ളൂ. ആ സ്കിൽസ് വീക്കൻഡ് ആയി, യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. ഇവർ PSC എഴുതിയാണല്ലോ വരണം, KS ആയാലും യുവർ സ്റ്റേറ്റ് സർവീസ്. ദ പോയിന്റ് ഈസ്, ഞാൻ അതിശയോക്തി പറയുമല്ല, ഒരു പേജ് ഓഫ് എറർ ഫ്രീ ഡ്രാഫ്റ്റ് ഇന്ന് കിട്ടത്തില്ല. അപ്പോൾ ഓൾ ഇമ്പോർട്ടൻറ്റ് കറസ്പോണ്ടൻറ്റ് സെക്രട്ടറി വിൽ ഹാവ് ടു എൻഗേജ് ഹിംസെൽഫ്, സ്റ്റാർട്ട് ഡിക്റ്റേറ്റിംഗ്. അപ്പോൾ ഈ ലെവൽ ഓഫ് സ്കില്ല് വെച്ചുകൊണ്ട് നമ്മളെ ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല. നിയമസഭയിലൊക്കെ മലയാളമൊക്കെ എഴുതി അത് മലയാളത്തിൽ നമുക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ ലാംഗ്വേജ് രണ്ടാമത്തേതാണ്, ഐ എം സോറി ടു സേ, ദ വെരി ഡെലിറ്റീരിയസ് ഇമ്പാക്റ്റ് ഓഫ് ദ യൂണിയൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സീറ്റിൽ ആര് വരണമെന്ന് തന്നെ യൂണിയൻ, ദിസ് ഈസ് നോട്ട്, ഇത് ഇന്ത്യയിൽ ഒരിടത്തും നടക്കില്ല. ഏത് അഡീഷണൽ സെക്രട്ടറി ഏത് സീറ്റിൽ പോകണമെന്ന് യൂണിയന് താല്പര്യം, അവരുടെ സബ്സ്ക്രിപ്ഷൻ, അവരുടെ ആക്ടിവിറ്റി, അത് ഇത് അൺനെസസറി. ഐ വാസ് സർപ്രൈസ്ഡ്. കാര്യം ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം ഞങ്ങൾക്ക് പ്ലാനിങ് സെക്ഷനിലെ ഒരു അസിസ്റ്റൻറ്റിനെ, ഐ ഗോട്ട് ആൻ ഓർഡർ സെയിങ് ദാറ്റ് ഷി വാസ് വൺ ഓഫ് ദ ബെറ്റർ അസിസ്റ്റൻസ്, എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉള്ളൊരു, അത്യാവശ്യം ഈ ഫിഗേഴ്സ് ഫാക്ട്സ്, പിന്നെ അത് I got an order saying that, assistant so and so has been transferred, has been deputed to the service of ANERT. അപ്പോൾ ഞാൻ പവറിൽ നിന്ന് മാറി അഗ്രികൾച്ചറിൽ വന്നതുകൊണ്ട് ഐ നോ ദാറ്റ് ദർ ഇസ് നോ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ഇൻ ദി ANERT. ഷി ഹാസ് ബീൻ ഷിഫ്റ്റഡ് ടു ANERT. അപ്പോൾ ഞാൻ ANERTൻ്റെ MD വിളിച്ച് ചോദിച്ചു, ഹാവ് യു ആസ്ക് ഫോർ ആൻ അസിസ്റ്റൻറ്റ്? അപ്പോൾ നിങ്ങൾക്ക് വേണേൽ മാർക്കറ്റിൽ നിന്ന് എടുക്കാമല്ലോ, ANERT ബീങ് ക്വാസി ഗവൺമെൻറ് ഏജൻസി. അപ്പോഴാണ് അതിൻ്റെ സ്റ്റോറി വരുന്നത്. 3 യൂണിയൻ കാര്യത്തികൾ വന്നിട്ട് ഈ കുട്ടിയെടുത്ത് പറഞ്ഞ് 500 രൂപ എടുക്കും, ഒരു പിന്നെ എന്തോ ഒരു പരിപാടി എടുത്ത എന്തോ ഓട്ടോ വെറൈറ്റീസ് ദെയർ. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നു, എൻ്റെ കയ്യിൽ ഇപ്പോൾ 500 ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, അത് വേണ്ട, നീ അപ്പുറത്തിരിക്കുന്ന ആളുടെ നിന്ന് മേടിച്ച് 500 രൂപ ഇപ്പോൾ തന്നേക്ക്, ഞങ്ങൾക്ക് ഇനിയും കറങ്ങി വരാൻ പറ്റത്തില്ല. കുട്ടി പറയുന്നു, ഞാൻ കടം മേടിക്കില്ല, ഞാൻ തിങ്കളാഴ്ച തന്നേക്കാം. അത് ഒരു മുട കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കും, പോസ്റ്റ് അടക്കം. I had to put a note up to the chief minister saying that this can't be done. You are pushing her somewhere where there is no post. ഇപ്പോൾ അവർ കേസിന് പോയാൽ ഈ ഡെപ്യൂട്ടേഷൻ ഓർഡർ നിന്ന് പോകും. Fortunately, I sent a note immediately to the secretary saying that, this is a height of, and maybe you don't know what is happening. I am summarizing what I have learned. അപ്പോൾ അദ്ദേഹം immediately stopped it. And he came along saying that work should not be interrupted. പക്ഷേ ഇത് എല്ലാ കേസിലും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും, ഞാനീ പറയുന്നത്, ഈ യൂണിയൻസിന് കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുന്നതായിട്ട് വല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ദേ ആർ ഹാർഡ്ലി ബോതേർഡ്. അവർ കസേര മന്തിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം ഞാൻ സെക്രട്ടറി മാത്രം ഇരുന്നാൽ പോരല്ലോ, ഈ കേസ് പ്രോസസ്സ് ചെയ്യുന്ന ബ്രാഞ്ചസിലുള്ളവർക്ക് ഇനഫ് സ്റ്റേ കിട്ടണ്ടേ? അൺലെസ് ദേ ഗെറ്റ് ടു സ്റ്റേ ഇൻ എ ഡിസിപ്ലിൻ, അവർ ആ പില്ലർ പഠിക്കത്തില്ല. ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ക്വൈറ്റ് എ ലോട്ട് ഓഫ് എഫേർട്ട്, ട്രെയിനിങ്, ലീഡർഷിപ്പ്. ഞാനൊരു കാര്യം പറയാം. ഫോർ എ സെക്കൻഡ് ലെറ്റ് മീ ടേക്ക് IAS ആൻഡ് ദ ലീഡർഷിപ്പ് സർവീസസ് ഔട്ട് ഓഫ് ദ സിസ്റ്റം. ഞാൻ സർവീസിൽ വന്ന സമയത്ത് സത്യത്തിൽ എനിക്ക് ഇനീഷ്യൽ 10 years ഈ കേരള സെക്രട്ടേറിയറ്റിലെ പല അണ്ടർ സെക്രട്ടറീസിനെയും പേടിയായിരുന്നു. ഐ വാസ് ഓൾറെഡി എ ഡെപ്യൂട്ടി സെക്രട്ടറി, ബട്ട് ദ പ്രോബ്ലം വാസ് യു കുഡ് നോട്ട് കണ്ടസ്റ്റ് ഓൺ ദ ഡൊമൈൻ നോളജ് വിത്ത് ദി അണ്ടർ സെക്രട്ടറി. ഹി വാസ് സോ ഗുഡ്. പേര് ഞാൻ പറയുന്നില്ല, ഫിനാൻസിലൊക്കെ കുറേ കക്ഷികളുണ്ടായിരുന്നു. എന്ത് സംശയം ചോദിച്ചാലും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു കേസ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന. ഇപ്പം അങ്ങനത്തെ ആളിനെ കാണുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാസ് ഹാപ്പൻഡ്, ബട്ട് യു ജനറലി ഫൈൻഡ് യു ടേക്ക് എ കോഹോർട്ട് ഓഫ് അഡീഷണൽ സെക്രട്ടറീസ്, എഫക്റ്റീവ്നെസ് ലെവൽസ്. നമുക്ക് ശരിക്കും ഡൽഹിയിലൊരു മീറ്റിങ്ങിൽ കേരളത്തിലെ സെക്രട്ടറി ഇല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ചുരുക്കം പേർക്കേ പറ്റൂ. KS people are very good. Some of them are extremely good, but അവരുടെ ട്രെയിനിങ്, അവരുടെ അപ്കമ്മിങ്, അവർക്ക് സീനിയർ റെസ്പോൺസിബിലിറ്റി വരണം, അതിനകത്തൊക്കെ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ അവർ അണ്ടർ സെക്രട്ടറീസ് അല്ലേ,
അവർ ഒരു ഇൻ എ 10-year ബ്രാക്കറ്റ് സം ഓഫ് ദം വിൽ ബിക്കം വെരി ഗുഡ്. നല്ല കുട്ടികളെ കിട്ടിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ലെവലിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് കഴിയാത്തതാണോ എന്ന് ഞാൻ കയറി പറഞ്ഞ് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇതെന്താ ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം. യു സി, over the last 10 years, after particularly e-office, even email, I would say, Google, now AI, things have become very fast. ഇപ്പോൾ തന്നെ നമ്മൾ ഒരാഴ്ച കൊണ്ട് കിട്ടിയിരുന്ന കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ രാവിലെ ഒരു പോസ്റ്റ് ഇട്ട് വൈകുന്നേരം സസ്പെൻഷൻ ഓർഡർ മേടിച്ച് വീട്ടിൽ പോകാം. തിങ്സ് ആർ ദാറ്റ് ഫാസ്റ്റ്. ഇൻ വൺ ന്യൂസ് സൈക്കിൾ യു ക്യാൻ ലൂസ് യുവർ ജോബ് ആൻഡ് ബി. അപ്പോൾ ഇത്രയും കംപ്രസ്ഡ് ആയി സ്പേസ് ടൈം കംപ്രഷൻ വന്നേക്കുന്നത് കൊണ്ട് യു സി ആ സ്പീഡിൽ ഗവൺമെൻറ്റിലെ സ്കിൽസ് വളർന്നോന്ന് സംശയമാണ്. ഡ്രാഫ്റ്റിംഗ് സ്കിൽസൊക്കെ വളരെ വളരെ താഴോട്ട് പോയി. ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ വെർണാക്കുലർ പ്രിഫറൻസ് ആണ്. പോയിന്റ് ഇൻ എക്സ്പ്രസസ് ഫേവർ കേട്ടോ. ഹിന്ദു പത്രമെങ്കിലും വായിക്കാതെ AS കിട്ടില്ല എന്ന് പറയുന്ന പോലെ. സി, പീപ്പിൾ മേ ഫീൽ അതർവൈസ്, ബട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നതിലെ മിഡിൽ ലെവൽ എക്സലൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് യൂസേഴ്സ് ഓഫ് ഇംഗ്ലീഷ് അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് കിട്ടേണ്ടത് മുഴുവൻ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ചോദിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ പറയുന്നു, കേപ്പബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിനിസ്റ്ററിന് ഏത് സെക്രട്ടറിയുടെ നോട്ടും ഓവർകം ചെയ്യാം. ഫോർ എക്സാമ്പിൾ TM Jacob, I worked with him. He never used to tell me to write on a direction. And he would, അദ്ദേഹത്തിന് ഒരു കേസിൽ ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ he had a very interesting way of putting it to you also. ഒന്ന് കാണണമല്ലോ എന്ന് പറയും. മുറി ചെന്ന് കഴിയുമ്പോഴേക്കും വാട്ട് യു തിങ്ക് ഓഫ് ദിസ് മാറ്റർ എന്ന് ചോദിക്കും. അപ്പോൾ അത് എൻ്റെ മുമ്പിൽ ഇരിക്കാൻ പോകുന്നൊരു മാറ്റർ ആയിരിക്കും. അപ്പോൾ ഞാനധികം മനസ്സ് തുറന്നു കൊടുക്കാതെ ഞാനതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. പുള്ളിക്കൊരു എല് കേട്ടു. ബട്ട് ഹി വിൽ സേ ദാറ്റ് ഹാഡ് ഐ ബീൻ ഇൻ യുവർ പ്ലേസ് ഐ വുഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ഇൻ ദിസ് വേ. ഇറ്റ്സ് എ വെരി ക്ലെവർ ഹിൻറ്റ്. മനസ്സിലായി? വെരി ക്ലെവർ ഹിൻറ്റ്. അത് ചില നേരം ഞാൻ എങ്ങനെ ആലോചിച്ചിട്ട് പറയും അതിനിങ്ങനെ ഒരു ദോഷമില്ലേ? ഞാൻ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ ഇങ്ങനെയാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹിൻറ്റ് കിട്ടി. വി റെസ്പെക്റ്റഡ് ദാറ്റ് ആൻഡ് വി കെപ്റ്റ് ഇറ്റ്. ഇൻ KM Mani യൂസ് ടു ബി ഗ്രേറ്റ് ദാറ്റ് വേ. KM Mani യൂസ് ടു ബി ഫാൻറ്റാസ്റ്റിക് ദാറ്റ് വേ. ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളപ്പം പല കണ്ടൻഷ്യസ് മാറ്റേഴ്സിനകത്തും അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്, ലൈക്ക് എനി അതർ ഓഫീസർ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 133 കേസ് ഉണ്ടായിരുന്നു കൊല്ലത്ത്. പള്ളിക്കെതിരെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് എല്ലാം കൂടെ അടിപൊളി. എന്തായാലും കൊള്ളാം, പള്ളിയിലോട്ടുള്ള വഴി മുടങ്ങി കിടക്കുകയാണ്. അപ്പം എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇച്ചിരി സെൻസിറ്റിവിറ്റി ഉണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ സഭയാണ് ഒരു വശത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വാട്ട് ഐ തോട്ട് ഓഫ് ദ ബ്യൂട്ടി ഓഫ് ദാറ്റ് കോൺവെർസേഷൻ. ഐ വാസ് എ ചൈൽഡ് ഇൻ ദ സർവീസ്, ബട്ട് ഹി ഹാഡ് ദ നൈസിറ്റി ടു കോൾ ഹിംസെൽഫ്. ഫോണിൽ വന്നിട്ട് പറഞ്ഞു, അതിനകത്ത് എന്താ സബ് കളക്ടർ എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, എനിക്കൊരു ഉപദേശം വേണമല്ലോ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഈ ഒബ്സ്ട്രക്റ്റ് ചെയ്തേക്കുന്ന പാർട്ടിക്ക് അവിടെ റൈറ്റ്സ് ഇല്ല, പക്ഷേ എന്നിരുന്നാലും ദ ചർച്ച് ബീങ് എ കളക്റ്റീവ് കോസ് ഐ വിൽ സോർട്ട് ഓഫ് സീ ടു ഇറ്റ് ദാറ്റ് ദി ആക്സസിബിലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ്. പക്ഷേ മറ്റേ ആളുടെ വഴിയും മുടക്കരുത്. ഇമാതിരിയൊരു സൊല്യൂഷനാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയും. അതാ അതിൻ്റെ ശരി. മനസ്സിലായി? സോ ദാറ്റ് വേ യു ഓൾസോ ഫീൽ റെസ്പെക്റ്റഡ്. മറിച്ച് പുള്ളി വിളിച്ചിട്ട് ഈ തീരുമാനം പള്ളിക്ക് അനുകൂലമായിട്ട് എടുത്തേക്കണമെന്ന് പറഞ്ഞ് എഴുതിയത് ഞാൻ പറഞ്ഞ നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായി? അപ്പം ദേ ബീങ് വെരി എക്സ്പീരിയൻസ്ഡ് ദേ. പക്ഷെ അതൊരു ഫസ്റ്റ് ടൈം മിനിസ്റ്റർ ഓൺ സെക്കൻഡ് ഡേ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഹി വിൽ ടേക്ക് സം ടൈം ടു അസസ് ദി ഓഫീസേഴ്സ്, ലേൺ ഹൗ ടു വർക്ക് വിത്ത് ദം. അത് ഇച്ചിരി സമയമെടുക്കും. ഇപ്പോഴും ഉണ്ട്, എക്സ്ട്രീംലി നൈസ് ടു വർക്ക് വിത്ത് ഓഫീസേഴ്സ് ഉണ്ട്. ചിലർ അനാവശ്യം ബലം പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉള്ള ഗവൺമെന്റിലെ എല്ലാ മിനിസ്റ്റേഴ്സും ഫസ്റ്റ് ടൈമേഴ്സ് ആണ്. താങ്കൾ പറഞ്ഞ ഈ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടോ? മിനിസ്റ്റേഴ്സിന് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയാൻ വയ്യ, ബിക്കോസ് ദേ ഹാവ് ബീൻ പബ്ലിക് പേഴ്സൺസ് ഫോർ ലോങ്. ബട്ട് ദെയർ എക്സ്പീരിയൻസ് ഇസ് ഇൻ ഡിഫറെൻറ്റ് കപ്പാസിറ്റീസ്, ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഇപ്പം ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ദിസ് ഇസ് നോട്ട് ഡയറക്റ്റഡ് അറ്റ് എനി പേഴ്സൺ. സ്റ്റുഡൻറ്റ് പോളിറ്റിക്സ്, അതിനുശേഷം ഒരു യൂണിവേഴ്സിറ്റി സെനറ്റിൽ വന്നു, കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു, യൂണിവേഴ്സിറ്റി സെനറ്റിൽ വന്നു, ഒരു ലോ ഡിഗ്രി എടുത്തു, ഫസ്റ്റ് ടൈം MLA ആയി, ഓർ അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ടൈം MLA ആയി, യു ബിക്കേം മിനിസ്റ്റർ. അനദർ പ്രൊഫൈൽ ഇൻ ദ ലെഫ്റ്റ് പാർട്ടി ഇറ്റ് സെൽഫ്, സംബഡി ബിക്കേം എ ഫ്രണ്ട് ലൈൻ വർക്കർ, ഡിസ്ട്രിക്ട് സെക്രട്ടറി ഫോർ 10 years, പാർട്ടി MLA ഫോർ 1 time, സെക്കൻഡ് ടൈം. ഈ രണ്ടാൾക്കാരും തമ്മിൽ നല്ല വ്യത്യാസം കാണാനുണ്ടാവും. കാരണം മറ്റേത് അക്കാഡമിക്കായിട്ട് കിടന്ന് കറങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ഈ ഡിസ്ട്രിക്ട് സെക്രട്ടറീസായിട്ട് കുറേ നാൾ ഇരുന്ന ആൾക്കാർക്ക് അഡ്മിനിസ്ട്രേഷനെ പറ്റി നല്ലൊരു
രൂപം കാണും. ദേ വുഡ് ഹാവ് വർക്ക്ഡ് വിത്ത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ്, SPs ഓഫ് പോലീസ്, ദേ വുഡ് ഹാവ് ഗോൺ ടു ദ ക്രിമിനൽ കോർട്സ്, ഡിഫെൻഡഡ് ദംസെൽസ്. അപ്പോൾ അവർക്ക് അതിൻ്റെ എന്തായാലും പറയണ്ടേ, നട്ട്സ് ആൻഡ് ബോൾട്സ് നല്ല ഞാൻ ഇപ്പോൾ ഇലക്ഷനൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഐ ഹവ് ഹാഡ് എക്സലൻറ്റ് മിനിസ്റ്റേഴ്സ് ഇൻ ദിസ് ലാസ്റ്റ് 8 years. വണ്ടർഫുൾ മിനിസ്റ്റേഴ്സ്, സംശയമൊന്നുമില്ല. പക്ഷേ I can locate good ministers, good to work with. വലിയ അപ്രീസിയേഷൻ തോന്നുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് എ ന്യൂ കമർ വിൽ ടേക്ക് ടൈം വിത്ത് ഗവൺമെൻറ്. അതിന് സമയമെടുക്കും. അല്ലെങ്കിൽ കൊള്ളാം, ഒരു ഭയങ്കര അസിഡസ് ഒരു റീഡർ ആയിരിക്കണം, സംബഡി ഹൂ വിൽ റീഡ്. പിന്നെ ഇതിൽ വേറൊരു കുഴപ്പം നമ്മുടെ സിസ്റ്റത്തിൽ പറ്റിയത്, ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ദിസ് ഇസ് നോട്ട് ഷെയർഡ് ബൈ മെനി, ദിസ് ഇലക്ട്രോണിക് ഫയലിംഗ് ഹാസ് ആക്ച്വലി ഇൻകപ്പാസിറ്റേറ്റഡ് മെനി മിനിസ്റ്റേഴ്സ്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, പണ്ട് ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മിനിസ്റ്റർക്ക് ഒരു ദിവസം 50 ഫയൽ ചെല്ലുമെന്ന് വെച്ചു. ഈച്ച് ഫയൽ വിൽ ബി തിക്ക് വോളിയൂംസ്. സോ വെൻ ദേ ആർ പെൻഡിങ്, ദ മിനിസ്റ്റേഴ്സ് വിൽ ടേക്ക് എ ടൈം ടു റീഡ് ത്രൂ പേഷ്യൻ്റ്ലി. ഇത്രയും വിസിറ്റേഴ്സും ഇല്ല, ഇത്രയും ടൂറും ഇല്ല. ഇലക്ട്രോണിക് ആക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയൽസ് ഡെപ്തിൽ അതിൽ വായിക്കാൻ, ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് വായിച്ച് അത് മുഴുവൻ ഗ്രഹിക്കാൻ മിനിസ്റ്റേഴ്സ് എൻ്റെ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. സോ മോർ ഓർ സോ there are cases where people look at files, keep telling the minister, take down the notes and all. So lot will be lost in that. ആ ഇൻറ്റൻസിറ്റി വരത്തില്ല. ചിലർക്കെങ്കിലും ഇപ്പോൾ ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ട് സെക്രട്ടറി ഇതുപോലെ ഫ്രീ ആണെന്ന്. ഇതൊരു 100 എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇത് ദി ഡിഗ്രി ഓഫ് എക്സാമിനേഷൻ റിക്വയർഡ് ഇസ് മച്ച് ഡീപ്പർ. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വായിക്കാതെ മനസ്സിലാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഈ ഇലക്ട്രോണിക് ഫയലിംഗ് ഹാസ് മെയ്ഡ് വർക്ക് മോർ ഫാസ്റ്റർ ബട്ട് ഇൻ ലെസ് ഡെപ്ത്. അപ്പോൾ അവർക്ക് പിക്കപ്പ് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. ഓൾസോ ദെൻ ദർ ആർ ഗുഡ് മിനിസ്റ്റേഴ്സ് ഹു പിക്കപ്പ് വെരി ഫാസ്റ്റ് ഓൾസോ.